കാട്ടറബികളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നിട്ട് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് മനസ്സിലാക്കാൻ അവർ തയ്യാറായപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായെന്ന് ചരിത്രം പോലും പറയുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. അവരുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തിയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ മതി. കാരണം നമ്മളെ മലക്കുകൾ പോലും ബഹുമാനിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത രണ്ട് കാര്യം: ഒന്ന്, സ്വർഗത്തെ കുറിച്ചുള്ള ആഗ്രഹം കൊടുത്തു, നരകത്തെ കുറിച്ചുള്ള ഭയം കൊടുത്തു. ഇത് മനസ്സിലാക്കാൻ തയ്യാറായപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന 4 കാലുള്ള നായക്കാലും അധപ്പതിച്ചു പോകും നമ്മൾ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി കടന്നു പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇനി അങ്ങോട്ട് എനിക്ക് നടക്കാൻ കഴിയില്ല. ഇനി ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനമായി, എനിക്കിനി നടക്കാൻ കഴിയില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, യഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാദി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി, ഇവിടുന്ന് ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനമായി, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. നബി പോകാൻ, ഒരു മലക്കിന് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ പോകാന്ന് വെച്ചാൽ അതും മലക്കുകളുടെ നേതാവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ നന്നായ ഈ രണ്ട് കാര്യം മനസ്സിലാക്കാൻ തയ്യാറായ നമ്മുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും ഇരുന്ന് കരയുമെന്ന് ശഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിലോ നാൽക്കാലികളെക്കാലം കഷ്ടമായി പോകും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വൽഹും അള്ളല്, മൃഗത്തിനെക്കാലം വൃത്തികെട്ടവനായി പോകും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, കടുവാപ്പള്ളിക്കാരൊക്കെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ, പടച്ചവന്റെ മുന്നിൽ ചെല്ലുമ്പോ അള്ള ചോദിക്കും, എന്തേടെ ചങ്ങാതി ഇങ്ങനെയൊക്കെ നടന്നേ, എന്തേ നിസ്കരിക്കാനേ, എന്തേ ഖുർആൻ ഓതാനേ, എന്തേ എന്നെ കുറിച്ച് പഠിക്കാനേ? അപ്പൊ അള്ളഹാനോട് പറയാൻ വേണ്ടി ചിലര് മനസ്സിൽ കരുതി, അള്ളാഹ് ഖുർആനൊക്കെ അറബിയിലായിരുന്നല്ലോ, പ്രവാചകന്റെ ചരിത്രം ബുഖാരി മുസ്ലിമൊക്കെ അറബിയിലായിരുന്നല്ലോ, ഞങ്ങൾക്കൊന്നും ഇത് അറിയില്ലായിരുന്നു, ഞങ്ങൾ മദ്രസയുടെ പടി പോലും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന്, അത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മളൊക്കെ കരുതണം. അവിടെ ചെന്ന് പടച്ചവനോട് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാന. അല്ലാഹ് പറയുന്നു, കേവലം ഒരു തുള്ളി ബീജത്തുള്ളിയിൽ നിന്നാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ മാതാപിതാക്കൾ പറയുന്നതാണ് അവന്റെ ലോകം. നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല. അവന്റെ വാപ്പ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാ, അവന്റെ ഉമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണ്. അവനിങ്ങനെ വർഷങ്ങളോളം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഒരു സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവന് കാണാനുള്ള കാഴ്ചയുണ്ടാവുകയാ, ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയാ. അവനങ്ങോട്ട് പ്രായപൂർത്തിയാകുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നമുക്ക് ഓരോരുത്തർക്കും പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അന്ന് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവർക്കുള്ളതാണ്. ഈ പ്രായപൂർത്തിയാകണ സമയത്ത് പടച്ചവൻ വിളിച്ചിട്ട് പറയണ, എടാ ചങ്ങായി, ഇത് സ്വർഗത്തിലേക്കുള്ള വഴി, ഇത് നരകത്തിലേക്കുള്ള വഴി, ഇതിലെ കാണുന്ന വഴിയിലൂടെ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ, എന്റെ അനുഗ്രഹങ്ങളൊക്കെ പേടിച്ചിട്ട് എനിക്ക് നന്ദി കാണിച്ചിട്ട് നടന്നു പോയ സ്വർഗത്തിൽ പോകാം, ഇത് നരകത്തിലേക്കുള്ള വഴി.
ഇതിലേ പോയാൽ നിനക്ക് കള്ളു കുടിക്കാം, പെണ്ണ് പിടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരുത്തനും നിന്നോടൊന്നും ചോദിക്കൂല. പക്ഷെ ഇതിന്റെ അവസാനം നരകമാണ്. നീ ബുദ്ധിയുള്ളവനല്ലേ, എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ അള്ളാഹ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് ബുദ്ധിയുണ്ടല്ലോ, പടച്ചവൻ നമ്മളോട് പറയണ, എടാ രണ്ട് വഴി, ഇത് സ്വർഗം ഇത് നരകം, നീ തിരഞ്ഞെടുത്തിട്ട് പോ. ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ രണ്ട് കാര്യം എനിക്ക് പറയാം, നിങ്ങൾ തിരഞ്ഞെടുക്കും. അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് നരകം? ഇടത് സൈഡിലേക്ക് പോകുന്നവന് കിട്ടുന്ന നരകം എന്താ? ഒറ്റ ഹദീസ്. നന്നാവേണ്ടവന് കൂടുതലൊന്നും വേണ്ടല്ലോ, നന്നാകേണ്ട മനുഷ്യന് കൂടുതലൊന്നും വേണ്ട. നരകത്തെ കുറിച്ച് ഒറ്റ ഹദീസ് മതി. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ശൈത്താനെ കണ്ടു. ശൈത്താനെ കണ്ടപ്പോ ശൈത്താൻ മൂസാ നബിയോട് പറഞ്ഞു, അല്ല നബിയെ, ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി, എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് തോന്നുന്നു, എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ദുആ ചെയ്ത പ്രവാചകന്മാരുടെ ദുആ സ്വീകരിക്കുമല്ലോ, ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ ഒരു ചിന്ത, അല്ലാഹ് ശൈത്താൻ നന്നാവാൻ പോവാ, ഇനി എന്താ? ശൈത്താൻ നന്നായി കഴിഞ്ഞാൽ പിന്നെ സർവ്വരും സ്വർഗത്തിൽ പോലും നന്നാവാൻ പോവാണ് ശൈത്താൻ. അങ്ങനെ മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷം. മൂസാ നബി അള്ളാഹിനോട് ദുആ ചെയ്തു. ശൈത്താൻ പിന്നീട് ഒരു അവസരത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, മൂസ, അള്ളാഹ് എന്ത് പറഞ്ഞു എന്റെ തൗബയെ കുറിച്ച്? ആ അവസരത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ശൈത്താനോട് പറഞ്ഞു, എട ചങ്ങാതി, അള്ളാഹ് പറഞ്ഞു നിന്റെ തൗബ സ്വീകരിക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അത് ആദം നബി അലൈഹി സ്വലാമിന്റെ ഖബറിന്റെ മുന്നിൽ പോയി നീ ഒന്ന് സുജൂദ് ചെയ്യണം. ശൈത്താൻ തിരിഞ്ഞു എന്നിട്ട് പറയാ, ആദം നബി ജീവിച്ചിരുന്നപ്പോ അള്ളാഹ് നേരിട്ട് എന്നോട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ ചെയ്തിട്ടില്ല, ഇന്നയായി പോടാ ചങ്ങായി. അപ്പൊ എന്താ പറഞ്ഞ, ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിച്ച സ്വർഗത്തിൽ പോകാം, ഇല്ലെങ്കിലും അവന്റെ കൂടെ പോകാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ നരകം? എന്താണ് നരകം? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബാക്കളും ഇരിക്കുമ്പോൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ സമിഅതു വജബതൻ, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാ. പല സഹാബത്തും ബോധരഹിതരായി വീണുപോയി. മറ്റുള്ള സഹാബാക്കൾ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഭയാനകമായ ശബ്ദം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, യാ സഹാബ അതദ്റൂന മാ ഹാദാ, എന്താ ശബ്ദം കേട്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ, അല്ലാഹു വ റസൂലുഹു അലം നബിയേ, നിങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഹാദാ ഹജറുൻ, ഹാദാ ഹജറുൻ, എന്റെ സഹാബത്തേ, അതൊരു കല്ലാണ് സഹാബത്തേ. ഏത് കല്ലാണെന്നറിയുമോ? റുമിയതു ബിഹി ഫിന്നാർ, നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് എറിഞ്ഞു. എന്നെറിഞ്ഞ കല്ലാണെന്നറിയുമോ? മുൻദു സബഈന ഖലീഫ, 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് എറിഞ്ഞു. ഹത്തം തഹാ ഇലാ കരിഹാ, ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാ സഹാബത്തെ നിങ്ങളിപ്പോൾ കേട്ടതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 70,000 വർഷം മുമ്പ് ഒരു മലക്ക് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടു. അത് താഴെ വന്ന് വീഴാൻ 70,000 വർഷം എടുത്തു. എന്റെ പ്രിയപ്പെട്ട യുവത്വം, എന്റെ പ്രിയപ്പെട്ട യുവസമൂഹം, ചെറുപ്പക്കാരോടൊക്കെ ഇത് പറയുമ്പോ പറയും, പള്ളിയിലെ ഉസ്താദന്മാര് വെറുതെ നമ്മളെ ഭയപ്പെടുത്താൻ പറയണേ. നമ്മളൊക്കെ ഒന്ന് പള്ളിയിൽ കയറാൻ വേണ്ടി, നന്നാവാൻ വേണ്ടി. ഒരു കല്ല് താഴെ എടുത്തിടുമ്പോ ഈ വീഴാൻ 70,000 വർഷം എടുത്തു. ഇന്ന് കോമഡിക്ക് പറയേണ്ടത്, കടുവാപ്പള്ളിയുടെ ഫ്രണ്ടിൽ വായി നോക്കി ഇരിക്കുമ്പോ നമസ്കാരം നടക്കുന്നു. പാവപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താ പള്ളി വരുന്നില്ലേ? എല്ലാരും സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോകാൻ ആള് വേണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എന്റെ ചെറുപ്പക്കാര് വെള്ളിയാഴ്ച ദിവസം ഷഫീഖ് ബാക്കബി പള്ളിക്കാത്തിരുന്ന വലിയ പ്രഭാഷണം, നരകത്തിന്റെ തീ, നരകത്തിന്റെ ആഴം. ആ അവസരത്തിൽ ബ്ലൂടൂത്ത് എടുത്തിട്ട് ഓണാക്കട, ഭിത്തിച്ചാരിയിരിക്കാം, ഒന്ന് ഓണാക്ക്, നല്ല സെറ്റപ്പ് പാട്ട് കിടക്കുക, സെൻഡ് ചെയ്യാം. നരകത്തെ കുറിച്ച് പറയുമ്പോ ഇവൻ ചിരിക്കുന്നു, കളിക്കുന്നു, തമാശ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ കളിച്ചു, നിങ്ങളൊക്കെ തമാശ പറഞ്ഞോ, നിങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളിക്കോ. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ
തഗയ്യുദൻ വസബീറാ. നാളെ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അതാ മംസറയിലേക്ക് നിൽക്കുമ്പോൾ, ജിബ്രീൽ ചെന്നിട്ട് മീകായിൽ എന്ന മലക്കിനോട് പറയുകയാ, പടച്ചവൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുപോകാൻ പറഞ്ഞുവെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മീകായിൽ എന്ന മലക്ക് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ കെട്ടിയിട്ട് അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോൾ, ഇവിടെ ഇരുന്ന് ചിരിച്ച നമ്മളുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് തമാശ പറഞ്ഞവരുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് പുച്ഛിച്ച് തള്ളിയവരുണ്ടല്ലോ, ആ അവസരത്തിൽ അല്ലാഹുവോട് പറയുന്നത് എന്താണെന്നറിയുമോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിനാ. റബ്ബനാ, എന്റെ രക്ഷിതാവേ, അബ്സർനാ അബ്സർനാ, പടച്ചവനെ, ഞങ്ങളുടെ നരകമുണ്ടല്ലോ, ഞങ്ങളുടെ പള്ളിയിലെ ഖതീബുമാര് പറഞ്ഞു തന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ ഞങ്ങൾ കണ്ടുപിടച്ചവനെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകത്തെ കണ്ടുപിടച്ചവരെ, ആ നരകത്തിന്റെ തീ കണ്ടുപിടച്ചവരെ. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിനാ ഫർജിനാ, ഞങ്ങളെ ഒന്ന് കടുവാ പള്ളിയിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല്, എന്റെ പ്രിയമുള്ളവരെ, ഉച്ചയ്ക്ക് പോലും പള്ളിക്കകത്ത് കയറാത്തവൻ പറയുകയാ, അല്ലാഹുവേ, പള്ളിക്കകത്ത് പോയിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പടച്ചവര്, ദിക്റുകൾ പറയാൻ പടച്ചവര്, ഖുർആൻ ഓതാൻ പടച്ചവര്. എന്റെ കടുവയിലുള്ള പെങ്ങള് പറയുകയാ, എന്റെ വീട്ടില് TV ഇല്ല പടച്ചവര്, എന്റെ വീട്ടില് കേബിൾ ഇല്ല പടച്ചവര്, റിമോട്ട് പിടിച്ച് കൈകൊണ്ട് തസ്ബീഹ് പിരിക്കാൻ പടച്ചവര്. ഫർജീനാ, എന്നെ ഒന്ന് മടക്കണേ അല്ലാ. അവിടെ ചെന്നിട്ട് പറയാ, പടച്ചവനെ ഒന്ന് മടക്കാം. എല്ലാം നേരിട്ട് കാണുമ്പോ അല്ലാഹ്നറിയില്ലേ നമ്മുടെ സ്വഭാവം, പടച്ചവൻ അറിയില്ലേ. അല്ല എന്താ പറയാ, അല്ല തന്റെ മലക്കുകളെ വിളിച്ചിട്ട് പറയുമത്രേ, ഖുദൂഹു ഫഉല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ സബഊന ദിറാ. മലക്കുകളെ ഒരു പരിഗണന ഇവനോടൊന്നും കാണിക്കില്ല, ഇവനോടൊന്നും ഒരു കരുണയും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ പണി നടത്ത്, ചങ്ങലയിലെടുത്ത് കെട്ടിയിട്ട് വലിച്ച് നരകത്തിലേക്ക് എറിയാൻ അല്ല പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നന്നാവേണ്ടവൻ ഇത്രയും മതി, കൂടുതലൊന്നും ആവശ്യമില്ല. ഇതാണ് നരകം. പോകേണ്ടവര് പോകും, അല്ലാത്തവർ സ്വർഗത്തിലേക്ക് നടന്നു പോകും. അള്ളാഹു സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ സ്വർഗം? എന്താ സ്വർഗം? സ്വർഗമുണ്ട്. സ്വർഗം എന്താണ്? സ്വർഗത്തെ കുറിച്ച് ഇന്നലെ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുലയെ കുറിച്ച് പറഞ്ഞു. സ്വർഗം ഇരിക്കുന്നത് എവിടെ? ആകാശത്തില, ഭൂമിയില? സ്വർഗം എവിടെ ഇരിക്കണേ? സ്വർഗം ഉണ്ടല്ലോ, എവിടെ ഇരിക്കണേ? ആകാശത്തില, ഭൂമിയില? എന്താ ചങ്ങാതി, സ്വർഗം എവിടെ ഇരിക്കണേ? ആകാശം. എവിടെ ഉണ്ട് സ്വർഗം ഇരിക്കുന്നത്? ആകാശത്തില. സ്വർഗം ഇരിക്കുന്നത് ആകാശത്തില. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനം സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയാണ് മുകളിലോട്ടുള്ള, ആകാശത്തിന്റെ മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനത്തെ സാധനം. എന്താണ് സിദ്റത്തുൽ മുൻതഹ? അള്ളാന്റെ ഖുർആൻ പറയും, ഇൻതഹ ജന്നത്തുൽ മഅവ, അതിന്റെ മുകളിലാണ് സ്വർഗം. അപ്പൊ ആകാശത്തിലാണ് സ്വർഗം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. സ്വർഗത്തിൽ ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറത്തുൻ, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. കടുവാ പള്ളിയിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം തിരഞ്ഞെടുത്തിട്ട് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിക്കുക. എത്ര നാള്? അള്ളാന്റെ റസൂല് പറയുന്നു, 100 സന, 100 വർഷം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, സ്വർഗത്തിലെ ഒരു മരം വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് ശഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ പറയായിരുന്നു, ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ എന്ന്. അബൂജഹൽ ഉണ്ടല്ലോ, അബൂജഹൽ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവാ. ആ ചങ്ങാതി എന്നെ പറയായിരുന്നു, മുഹമ്മദ് സത്യമേ പറയത്തുള്ളൂ,
അപ്പൊ അള്ളാന്റെ റസൂല് പറയുന്നു സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം 100 വർഷം സഞ്ചരിച്ചാലും തീരില്ല. ഹദീസിന്റെ കിതാബുകളിൽ കാണാം 100 വർഷം സഞ്ചരിച്ച സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ഒരു ശിഖരം, ഒരു കമ്പ് പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുമ്പോൾ ഈ വിശാലമായ സ്വർഗമാണ് കടുവാപ്പള്ളിയിൽ പാവപ്പെട്ട ഇമാമ് തലകുത്തി വീഴുമ്പോ കൂടെ വന്ന് വീണിട്ട് ചോദിക്കണം. ഇന്നലെ ഞാൻ ചോദിച്ചു നിസ്കാരം ശരിയാകുമെന്ന്. ഈ നമ്മൾ അള്ളാനോട് അല്ലാഹുവേ അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ കിടക്കുന്ന സ്വർഗം എനിക്ക് തരണേ പടച്ചവനെ, അബൂബക്കർ സിദ്ദീഖ് കിടക്കുന്ന സ്വർഗം എനിക്ക് തരണേ. എന്റെ സഹോദരങ്ങളെ, എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? സ്വർഗം ചോദിക്കാൻ ഒരു യോഗ്യത വേണം, നമുക്കൊരു യോഗ്യതയുമില്ല. ആ അവസരത്തിലാണ് അള്ളാന്റെ റസൂല് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. അള്ളാന്റെ റസൂല് പറയുന്നു സ്വർഗം ഞാൻ തരാം. ആരെങ്കിലും തരാന്ന് പറഞ്ഞാലെങ്കിലും പേടിക്കണ്ടേ? എന്താ പേടിക്കണ്ടേ? വാഹിദക്ക അടുത്തിരിപ്പുണ്ട്. ഇന്ന് അതിന്റെ അടുത്തിരിക്കുന്നത് വാഹിദക്ക ഇവിടെ ചായക്കടയൊക്കെ ഇട്ടിട്ടുള്ള സമയത്ത് ഞങ്ങളൊക്കെ പോയി ചായയൊക്കെ കുടിക്കുമായിരുന്നു, നല്ല കടിയൊക്കെ തരുമായിരുന്നു, ബിസ്ക്കറ്റൊക്കെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. ഇന്ന് പിന്നെ താഹായിക്ക ബീജാന മറ്റേ നഹാസിക്ക ഇറങ്ങിപ്പോയി ഇവിടെ വരെ വന്നിട്ട്. ഇന്നലെ ഈ നഹാസിക്കായെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്നിനി ആ ചങ്ങാതിയെ കുറിച്ച് എന്തെങ്കിലും. പാവപ്പെട്ടവനാ, നല്ല സ്നേഹമുള്ള ആളാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നീണ്ട കാലം ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കാനും ഇരിക്കാനുമുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആരെങ്കിലും സ്വർഗം തരാന്ന് പറഞ്ഞാൽ വേടിക്കണം. അള്ളാന്റെ റസൂല് പറയുന്നു ഞാൻ സ്വർഗം തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഞാൻ സ്വർഗം തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടിലിൽ കിടന്നുറങ്ങുകയാണ്. അതാ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ട് ഉളുവെടുക്കുവാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ദിവസവുമില്ലാത്ത വല്ലാത്ത തണുപ്പാണ്, സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു, റബ്ബേ ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ പച്ചവെള്ളത്തിൽ ഒതുപെടുത്തിട്ട് എങ്ങനെയാ നിസ്കരിക്കുന്നത്? തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എനിക്കൽപ്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒതുപെടുത്തിട്ട് നിസ്കരിക്കാമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലേക്ക് ഒരു തോന്നല് വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോഴതാ ഒരു സലാം കേൾക്കുകയാണ്. ആ തണുപ്പുള്ള രാത്രിയിൽ സലാം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ റബിയ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതാ നബിയേ ചൂടുവെള്ളം, ഇതാ നബിയേ ചൂടുവെള്ളം, ഈ ചൂടുവെള്ളത്തിൽ ഒതുപെടുത്തിട്ട് നിസ്കരിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണങ്കോട്ട് നിറയാൻ തുടങ്ങി. പടച്ചവരെ, ഈ അടിമയ്ക്ക് എന്നോടെന്ത് സ്നേഹമാ പടച്ചവരെ, ഈ റബിയാന് എന്നോടെന്ത് പ്രേമമാ പടച്ചവരെ. ഈ തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ എന്റെ വീടിന്റെ വെളിയിൽ എനിക്ക് ചൂടുവെള്ളവുമായിട്ട് കാത്തു നിൽക്കുന്ന ഈ സഹാബിയുണ്ടല്ലോ, ഈ സഹാബിക്ക് എന്താ പടച്ചവരെ കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാനോട് ചോദിക്കുകയാ, റബിയ എന്ത് വേണം റബിയ? ഇന്നത്തെ ദിവസം നീ എന്ത് ചോദിച്ചാൽ നിനക്ക് ഞാൻ തരാം റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാനോട് ചോദിക്കുമ്പോൾ മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫഖത ഫിൽ ജന്നാ. നബിയേ, എനിക്കെന്താ വേണ്ടതെന്നറിയുമോ? എനിക്കെന്താ വേണ്ടതെന്നറിയുമോ? ആരാണ് റബിയ എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവരാ, വയറ് നിറച്ചട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരാ, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമില്ലാത്തവരാ. അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തില് അതാ പള്ളിയുടെ ഓരത്ത് കിടക്കുന്നവനാ. ആരെങ്കിലും വല്ല ആഹാരവും കൊണ്ടുകൊടുത്താൽ അത് കഴിച്ചിട്ട് പള്ളിയുടെ പറമ്പിൽ കിടക്കുന്നവനാ. ആ സ്വഹാബിയതാ
അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് സമ്പത്ത് വേണ്ട നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് ധരിക്കാൻ വസ്ത്രം വേണ്ട നബിയേ, എനിക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ വേണ്ട നബിയേ, എനിക്ക് വേണ്ടത് എന്താണെന്നറിയുമോ? അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, നബിയേ എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്തു ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ. റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഏ റബിയ, നിനക്ക് ഞാൻ സ്വർഗം തരാം റബിയ, നിനക്ക് ഞാൻ സ്വർഗം തരാം റബിയ, പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കണേ റബിയ, നീ എന്നെ ഒന്ന് സഹായിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാ നബിയെ സഹായിക്കേണ്ടത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇൽമനുലി സിത്തം മിൻ അൻഫുസികും അൽമനു ലക്കുമുൽ ജന്ന, അൽമനു ലക്കുമുൽ ജന്ന. قال شفيعنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റബിയ റളിയല്ലാഹു തആല അൻഹു ഒരു അവസരം കിട്ടി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? നമ്മളാണെങ്കിലോ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് കഅബ കാണുമ്പോ, ആദ്യമായിട്ട് കാണുമ്പോ എന്ത് ചോദിച്ചാലും അല്ലാഹ് തരും. അവിടെ പോയി നിന്നിട്ട് സമ്പത്ത് ചോദിക്കുന്ന മഹാന്മാരുണ്ട്, അവിടെ പോയി നിന്നിട്ട് പോലും സമ്പത്ത് ചോദിക്കുന്ന മനുഷ്യർ. മഹാനായ റബിയ റളിയല്ലാഹു അൻഹു ധരിക്കാൻ വസ്ത്രമില്ല, മസ്ജിദുൻ നബിയുടെ ഓരത്ത് കിടക്ക, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുകൊടുത്ത അത് തിന്നിട്ട് കഴിയണ സഹാബിയ. ആ സഹാബിയോട് നബി ചോദിച്ചു, എന്താ വേണ്ട? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, നബി എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് സ്വർഗം മതി, വേറെ ഒന്നും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഇൽമനുലി സിത്തം മിൻ അൻഫുസികും അൽമനു ലക്കുമുൽ ജന്ന. ഒരു 6 കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ 6 കാര്യം കൊണ്ട് നീ എന്നെ ഒന്ന് സഹായിച്ചാൽ, ഇത് നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ, നാളെ എന്റെ മുന്നിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഞാൻ ഇരിക്കുമ്പോ നീ വാ റബിയ, നിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ പാസ് എടുത്ത് ഞാൻ വെച്ചു തരാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ 6 കാര്യം എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ 6 കാര്യവും പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മണിക്കൂറുകളായി പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടാകും. അത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും എനിക്ക് തന്നിട്ടുള്ള സമയത്തിന്റെ ഇപ്പം തന്നെ 8:45 ഇൻഷാ അല്ലാഹ് കൂടി പോയാൽ 10 മണി വരെ. ഇതിന്റെ ഇടയിൽ എത്രയൊക്കെ പറയാൻ പറ്റുമോ അത്രയൊക്കെ പറയും. മരിച്ചാലും മരിച്ചില്ലെങ്കിലും 10 മണിക്ക് കവറടക്കും. വിഷയം തീർന്നാലും തീർന്നില്ലെങ്കിലും 10 മണിക്ക് അവസാനിപ്പിക്കും. പറയാൻ പറ്റുന്ന അത്രയും പറയും. അത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, വെള്ളം ഒഴിക്കാൻ ആരും കമ്മിറ്റിക്കാരെ കൊണ്ട് ഒഴിക്കുന്നത് ശരി. ഏതെങ്കിലും കുട്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയുമോ? ഏ റബിയ, ഉസ്തുകൂ ഇദാ ഹദ്ദസ്തും യേ റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. ഒന്നാമത്തെ കണ്ടീഷൻ, സ്വർഗത്തിൽ പോകണമെങ്കിൽ നിനക്ക് പാസ് വേണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? സംസാരിച്ചാൽ കള്ളം പറയില്ലേ. എന്റെ പൊന്നു ഉസ്താദെ, വേറെ എന്ത് വേണമെങ്കിലും പറ, ഇത് നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്കാണെങ്കിൽ കള്ളം പറയാതെ ഉറങ്ങാൻ പറ്റൂലല്ലോ. നമുക്കൊരു ദിവസം ഒരു കള്ളമെങ്കിലും പറയാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അതെങ്ങനെയാണല്ലോ. പള്ളി വരും, പള്ളി വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടി ഗേറ്റ്, കടുവാ പള്ളിയുടെ അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ആ നിസ്കരിച്ച നിസ്കാരം ആർക്കെങ്കിലും കൊടുക്കും.
ഇമാം ഇപ്പം ഭയങ്കര ലീവാണ്, എവിടെ പോണെന്നറിയില്ല, പ്രസംഗമൊക്കെ ആണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, ചുമ്മാതാണ്. മോദീന്റെ ബാങ്ക് പഴയതുപോലെ അത്ര പോരാ. അല്ലെങ്കിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയും ഇപ്പം കമ്മിറ്റിക്കാരൊക്കെ പഴയതുപോലെ ഒന്നും ഇല്ല, കൈയിട്ട് വാരലൊക്കെ കൂടുതലാണോ, കൈയിട്ട് വാരുന്നുണ്ടോ എന്നൊക്കെ. നിസ്കരിച്ച പതിപോലെ അപ്പോഴേ അവർക്ക് കൊടുക്കും. ഇത് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഇതാണ് നമ്മുടെ രീതി. ഇനി ഇവനൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഇനി ഒന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കൂടി ഇരുന്നിട്ടും അങ്ങോട്ട് തുടങ്ങും എന്തെങ്കിലുമൊക്കെ ചുമ്മാ തമാശയ്ക്ക് തന്റെ കൂടെ ഇരിക്കുന്നവരെ, ചെറുപ്പക്കാരൊക്കെ തന്റെ കൂടെ ഇരിക്കുന്നവരെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് വെറുതെ കള്ളം പറയുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൽ ലില്ലദീ യുഹിബ്ബുനാ ബിൽ ഹദീസ് ലിയുദ്ഹിക മിൻഹുൽ ഖൗം ഫയക്ദിബു ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. തമാശയ്ക്ക് പോലും തന്റെ കൂട്ടുകാരോട് കള്ളം പറയുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അവനാണ് സർവനാശമെന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നു, തമാശയ്ക്ക്, അവനാണ് ഏറ്റവും വലിയ നാശം. എന്റെ പ്രിയമുള്ളവരെ, തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാം? ജീവിതത്തിൽ തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അനസഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്നാ ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിയാ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആരെങ്കിലും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കടുവാപ്പള്ളിയിൽ ഒരു 2 നില വീടല്ല, കടുവാപ്പള്ളിയിൽ ഒരു 2 നില വീടല്ല, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നമ്മളാണെങ്കിൽ കള്ളം പറയുന്നതൊക്കെ പോട്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. നിങ്ങളുടെ ഈ അടുത്ത പ്രദേശത്ത് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ തിരിച്ചു വന്നു. ഇവൻ തിരിച്ചു വന്നതിന് ശേഷം ഈ പെണ്ണിന്റെ മാമ ഇവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആറ്റിങ്ങലിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലം ഞാൻ പറയണില്ല, അവിടെ പോയിട്ട് ഫസ്റ്റ് കണ്ട ബേക്കറിയിൽ കയറി ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് അവിടെ നിസ്കരിക്കുന്ന ഒരു വാപ്പുണ്ട്. ആ വാപ്പാനോട് ചോദിച്ചു, ഈ പയ്യന്റെ സ്വഭാവം എങ്ങനെ? ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ സ്വഭാവം എന്താന്ന് വെച്ചപ്പോ ഈ വാപ്പ പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം, അതവൻ അറിയണം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്നവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഈ കടയൊക്കെ തല്ലിപ്പൊട്ടിക്കണം. എന്തിനാ ഒരു മുസ്ലിമായി ചെറുപ്പക്കാരനെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറയണം? സ്തോഫറുള്ള, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി അന്വേഷിക്കാൻ. ഇനി ഈ ചങ്ങാതി എന്തെങ്കിലും പറയണം. അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവന്റെ കൂടെ നടക്കുന്നവർ കഞ്ചാവ് അടിക്കുന്നവൻ, വീട് കയറി അടിക്കുന്നവനാ. ഇതും കൂടെ പറഞ്ഞിട്ടാ പറയണേ. ഒന്നുമില്ല, നമ്മളും അങ്ങനെ തന്നെ ഇരുന്നങ്ങോട്ട് പറഞ്ഞിട്ട് അവസാനം പറയും, എന്തിനാ പച്ചയിറച്ചി തിന്നുന്നത്? പിന്നെ പെങ്ങന്മാർക്കാണെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പിന്നെ കേരള സർക്കാർ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് ഈ റോഡൊക്കെ ചെത്താൻ പോണൊരു ജോലിയുണ്ട്. ഇവിടെ കടുവാപ്പള്ളിക്കാർ പോകുന്നുണ്ടെന്ന് അറിയില്ല, ഉണ്ടോ? ഇവിടെ ഉണ്ടില്ലേ? അത് താത്തമാർ അങ്ങോട്ട് പോകും. ഒരു ദിവസം 5 മരം റെഡിയാക്കിയാൽ മതി, 1 മണിക്കൂർ കൊണ്ട് തീരും. പക്ഷെ രാവിലെ ഒരു 8 മണിക്ക് പൊക്കഴിഞ്ഞാൽ 2 മരത്തിന്റെ ചുവട് ചുട്ടിയിട്ട് അങ്ങോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ദിക്റും ദുആയും അങ്ങോട്ട് തുറന്നു. എല്ലാവരും പിന്നെ സലാത്തുകളൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ടിരിക്കും. 10-11 മണിയാകുമ്പോ അമീർ വന്ന് പറയും, മതി പോകാം. എഴുന്നേറ്റ് വീട്ടിൽ പോകും, ചോറ് കഴിക്കും, വീണ്ടും വന്നിട്ട് 2 മരം പിന്നെയും ദിക്റും ദുആയും. അവിടെ ഇരുന്ന് 5 മണി വരെ ഇരിക്കണം. ഇരുന്നിട്ട് സ്വർഗവും വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് അദാ മസ്ജിദുൻ നബവിയുടെ മുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ വെളിയിൽ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അങ്ങയാരാണ് വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകൾ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ഫാത്തിമ,
ഇന്നലെ ഞാൻ നരകം കണ്ടു മോളെ. നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനതയെ കണ്ടു മോളെ. അവര് നരകത്തിൽ കടന്ന് വിളിക്കുകയാണ് മോളെ. അവരുടെ തലയുണ്ടല്ലോ പന്നിയുടെ തല പോലെ ഇരിക്കുന്നു, അവരുടെ ഉടലുകളുണ്ടല്ലോ കഴുതയുടെ ഉടല് പോലെ ഇരിക്കുന്നു. അവർ നരകത്തിൽ കടന്നിട്ട് വിളിച്ചു കൂവുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു മോളെ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പറഞ്ഞു തീരുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ചോദിക്കുകയാണ്, ഉപ്പാ പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ആ വൃത്തികെട്ടവരാരാണ് ഉപ്പാ? അവരെന്ത് പാപമാ ചെയ്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകൾ ഫാത്തിമ ബീവി ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ഫാത്തിമ അവരാരാണെന്നറിയുമോ? ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ കള്ളം പറഞ്ഞവരാണ് മോളെ. അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമായിരിക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മനുഷ്യനാണ് കള്ളം പറയും. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാ, കള്ളം പറഞ്ഞു പോകും. പക്ഷേ കള്ളം പറയുമ്പോ ആ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോ തൗബ ചെയ്യാനുള്ള മനസ്സെങ്കിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം അല്ലാഹുവിന്റെ പ്രവാചകനോട് റബീഅ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയെ. അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ നടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് നബിയെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, റബീഅ വഔഫൂ ഇദാ വഅദതും, ഏ റബീഅ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കല്ലേ റബീഅ. രണ്ടാമത്തെ കണ്ടീഷൻ വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. നമ്മൾ ഏത് വാക്കാ പാലിച്ചിട്ടുള്ള? ചുമ്മാ ആള് കൂടുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട്, സാധാരണ ഇപ്പൊ തൃശ്ശൂര് കുന്നംകുളത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ 6666 രൂപ എല്ലാരും ചാടി എഴുന്നേറ്റ് കുറെ പേര് പറഞ്ഞു. സംഘാടകര് വീട്ടിൽ പോയപ്പോ ഉമ്മ പറയാ, മോൾ അറിയാതെ പറഞ്ഞാണ്. നമ്മള് ആള് കൂടുമ്പോ എല്ലാരും പറയും, പക്ഷെ അവസ്ഥനെ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് മാറുക. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏത് കരാറാ നമ്മൾ പാലിച്ചിട്ടുള്ളത്? നാട്ടുകാരോട് ചെയ്തൊക്കെ പോട്ടും, അല്ലാഹുവോട് കരാറ് ചെയ്തവരല്ല. ആദം നബി അലൈഹിസ്സലാം നമ്മുടെ വാപ്പയാണല്ലോ, ആദം നബിയും ഹവ്വാ ബീവിയും. ഇവര് രണ്ടുപേരെയും പടച്ചവൻ സൃഷ്ടിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയോടും അല്ലാഹ് പറഞ്ഞു, ഖുർആൻ പറയുന്നു, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദം നബിയോട് അല്ലാഹ് പറഞ്ഞു, ആദമേ, ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ഇതിനകത്ത് കടന്ന് നീയും നിന്റെ ഭാര്യയും എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും തിന്നോ, എന്തു വേണമെങ്കിലും കാണിച്ചോ, പക്ഷേ ലാ തഖറബാ ഹാദിഹി ശജറ, ആ കാണുന്ന മരത്തിന്റെ അടുത്ത് പോകല്ലേ ആദമേ. ആദം നബി അലൈഹി ഇസ്ലാമും തന്റെ ഭാര്യയും കൂടെ പോയി. രണ്ടിനെയും പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ പുറത്താക്കി? ഉടുതുണി പോലും പടച്ചവൻ കൊടുത്തില്ല. തുണി പോലും, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുക്കാതെ രണ്ടിനെയും പുറത്താക്കി. നമ്മുടെ വാപ്പാനെ ഉമ്മാനെ എന്തിന്? ഒറ്റ കരാറ് ലംഘിച്ചതിന്റെ വിജയം. ഒരു മരത്തിന്റെ അടുത്ത് പോകല്ലെന്നാ പറഞ്ഞു. ഇവിടെ അല്ലാഹ് നമ്മളെ വിളിച്ചിട്ട് ചോദിച്ച്, ഞാൻ ആരാടാ? ആലമുൽ അർവാഹിൽ അല്ലാഹ്, നീ ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളെ ദുനിയാവി വിട്ടുപോയ മറിച്ചു കളയാ. നിസ്കാരം, ദുആ, ദിക്ർ, ഖുർആൻ, അല്ലാഹ് എന്നെ തങ്ങളെ പോലെ ജീവിക്കാൻ പഠിച്ചു ഒന്ന് വിട്ടേക്കാൻ. കടുവാപ്പള്ളി വന്നിട്ടോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് നിൽക്കുവോ? ഇവൻ പള്ളിക്കകത്ത് നിൽക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ ശൈത്താൻ ഓടുന്ന പോലെ ഇറങ്ങി വെളിയിലോട്ട് അങ്ങ് പോകും. നിസ്കാരം കഴിയുമ്പോ പിന്നെ കയറി. ഇതിനകത്ത് നിന്നാലും നിസ്കരിക്കാത്തവരുണ്ട്. പള്ളിക്കകത്ത് നിന്നിട്ട് പോലും നിസ്കരിക്കാത്ത എത്രയോ മുസ്ലിമീങ്ങൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്ക്.
എനിക്ക് ഞാൻ ചോദിക്കാം ഇവരോടൊക്കെ, എങ്ങനെ ഈ ബസ്സും ലോറിയും വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്ന ഈ ഹൈവേയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നു? പാണ്ടി ലോറി നെഞ്ചത്തോടെ കയറി ഇറങ്ങത്തില്ലേ? അള്ളാന്റെ പള്ളിക്കകത്ത് നിന്നിട്ട് നിസ്കരിക്കാത്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റോഡിൽ ഇറങ്ങി നടക്കരുത്. ഞാൻ പറയാ, വളരെ സ്നേഹത്തോടെ പറയാം, പാണ്ടി ലോറിക്ക് അറിയത്തില്ലല്ലോ നീ ഇവിടുത്തെ വലിയ മഹാനാണ്. കാരണം നിന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. കാരണം എന്ത്? നീ എന്താ ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? നിസ്കാരമോ ഇബാദത്തോ നിന്റെ ജീവിതത്തിലില്ല. പിന്നെ എന്തിനാ പഠിച്ചോ നിന്നോട് കരുണ കാണിക്കണേ? ഇത്രയും നാളും നിന്നോട് കരുണ കാണിച്ചതിന് നീ പോയി അള്ളാഹിനെ സ്തുതിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് പാഞ്ഞു പോവുക. ട്രാൻസ്പോർട്ടിന് അടിയിൽ നിന്ന് ഇവൻ ഇങ്ങനെ അങ്ങോട്ട് വണ്ടി വെട്ടിച്ചിട്ട് പോകുമ്പോൾ ഓനോട് ചോദിച്ചാൽ പറയും, ഞാൻ വെട്ടിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടെ. ഇവൻ പറയണത് ഞാൻ വെട്ടിച്ചത് കൊണ്ടാണ്. എന്റെ പൊന്നുമോനെ, നീ വെട്ടിച്ചത് കൊണ്ടൊന്നുമില്ല. നിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ സുബഹി നിസ്കരിച്ചിട്ട് സുജൂദി കടന്നിട്ട് കരയാ, അള്ളാഹുവേ ഒരെണ്ണേ ഉള്ളൂ, അവൻ റോഡിൽ പോവാ, ഒന്ന് നോക്കിക്കൊണ്ടേ. എടാ, ഇത് കൊണ്ടാ നീ രക്ഷപ്പെട്ടു പോണേ. പക്ഷെ അള്ള എന്നും ഇതൊന്നും കേൾക്കത്തില്ല. കാരണം നീ അങ്ങനെയല്ലേ ചെയ്യും. എന്നും പടച്ചവനൊന്നും കേൾക്കൂല. തരുമ്പോ 8ന്റെ പണിയെ തരത്തുള്ളൂ. നട്ടല് ഒടിഞ്ഞിട്ട് വീട്ടിൽ പിന്നെ ബെഡിന്റെ മൊത്തം ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കാനേ പറ്റും. ആ സമയത്ത് ഇവൻ പറയണത് എന്താണെന്നറിയാവോ? ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ കടുവാ പള്ളിയിൽ പോയി സുബഹി നിസ്കരിക്കാൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇങ്ങനെ വരുന്ന വഴി നോക്കുമ്പോ നബിദിനാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നബിദിനമൊക്കെ മാറി. പണ്ടൊക്കെ ഫ്ലെക്സി ബോർഡ് വെച്ചിട്ട് നബിദിനാശംസകൾ KMYF അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനകളൊക്കെ പേരാ. ഇപ്പൊ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ മോന്റെ ഫോട്ടോ, ആൾക്കാരുള്ള ആ മമ്മൂട്ടിയുടെ മോന്റെ പേര് എഴുതിയിട്ട് താഴെ നബിദിനാശംസകൾ. എന്റെ ചെറുപ്പക്കാര് മാറിയിരിക്കും. എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസുകാരൊക്കെ നബിദിനാശംസകൾ ഫ്ലെക്സിയുടെ ബോർഡിൽ മമ്മൂട്ടി നിൽക്കണ ഫോട്ടോ, അതിന്റെ താഴെ നബിദിനാശംസകൾ പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം എന്റെ സമുദായം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വെള്ളിയാഴ്ച ദിവസം വാപ്പ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇവൻ പോകും. ഇവൻ രാവിലെ കുളിച്ചെടുക്കുമ്പോ വാപ്പ വിചാരിക്കും പള്ളിയിൽ പോവാൻ. വാപ്പ വിചാരിക്കും അള്ള കടുവാ പള്ളിയിൽ പോവായിരിക്കും മോൻ തഹജ്ജുദിന്റെ പിന്നെ ജുമാ നിസ്കരിക്കാൻ. ഇവൻ രാവിലെ എഴുന്നേറ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബൈക്ക് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ആറ്റിങ്ങ പോകും. ട്രിംസിലോ അല്ല വല്ല ഗൗരിയിലോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ അവന്റെ ജുമാ അവിടെ പോകുമ്പോ രാവിലെ അവന്റെ വാപ്പാടെ ഫ്ലെക്സി ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ചെറുപ്പക്കാരെല്ലാം കൂടെ വലിഞ്ഞങ്ങ് കയറും അതിന്റെ മുകളിലോട്ട്. വലിയ ഫ്ലെക്സി ബോർഡിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നോക്കുമ്പോ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബിയായ ഇമ്രുൽ ഖൈസ് ഉണ്ട്. ഇമ്രുൽ ഖൈസിന്റെ ചരിത്രം പറയുമ്പോൾ ഒരു 4 വരി പദ്യം നമുക്ക് വായിക്കാൻ കഴിയും. അമുറു അലാ ജിദാരി ദിയാരി ലൈലാ ഉഖബ്ബിലു ദൽ ജിദാറ വൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശറഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. തന്റെ കാമുകിയായ ലൈലയുടെ വീടിനടുത്തൂടെ വരുമ്പോ മതില് കാണുമ്പോ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുക്കുക. ലൈലയുടെ വീട്ടിൽ നിന്ന് പട്ടി ഇറങ്ങി വരുമ്പോ ചെന്നിട്ട് പട്ടിയെ പിടിച്ച് കാലിനടി പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറയാ, പട്ടി നീ എത്ര ഭാഗ്യവാനടാ, എന്റെ പെണ്ണ് ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടാൻ നിനക്ക് കിട്ടിയല്ല. ഓനതാ പറയുന്നത്. ഇവനാണ് വെള്ളിയാഴ്ച രാവിലെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അവന്റെ വാപ്പാടെ ഫോട്ടോ ഒന്നുമല്ല, അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ അവന്റെ മോടി ഇങ്ങനെ വലിഞ്ഞങ്ങോട്ട് കയറി മാലയൊക്കെ ഇട്ട് പാലൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഈ അടുത്ത് ഇങ്ങനെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോ എഴുതി വെച്ചിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുക, ഏ സച്ചിൻ, നീ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ എത്രയോ ഭാഗ്യവാൻ. 3 ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാരുടെ പേര് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് ഞാൻ പറയുകയാണ്, എന്റെ പൊന്നുമക്കളെ, ആരെ മറന്നാലും പടച്ചവനെ മറക്കല്ലേ. ആരോട് കളിച്ചാലും നമ്മാരോട് കളിക്കല്ലേ. നീ സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ പോയി കൈയടിച്ച് തീർക്കാനുള്ളതല്ലടാ നിന്റെ യുവത്വം. നബിദിനം വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ട് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഏതെങ്കിലും ഒരു ദിവസം പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നുമോല്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഈ സിനിമാ താരങ്ങളല്ലടാ, മമ്മൂട്ടിയും മോഹൻലാലും അല്ലടാ, അല്ലാഹുവിന്റെ റസൂൽ എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാ. ഒരു ചെറുപ്പക്കാരനായ സഹാബിയാ ഉമൈർ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകനോട് ഉമൈർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏ ഉമൈറേ,
നിന്റെ പഴയ കാലമൊന്ന് ഞാൻ ഓർത്തുപോയി ഉമൈറേ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ആരാ ഉമൈർ എന്നറിയുമോ? ആരാണ് ഉമൈർ എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കുടുംബത്തിൽ പിറന്നവനാ, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവനാ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവനാ. മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ്. ഉമൈർ റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ മുകളിൽ അതാ വരുന്നത് കാണാൻ മദീനയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് റോഡിന്റെ ഓരത്ത് കാത്തു നിൽക്കുമായിരുന്നു. ആ ഉമൈർ റളിയല്ലാഹു തആല അൻഹുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ അതാ ഒരു വസ്ത്രം ധരിച്ചിരിക്കുകയാ. 40 സ്ഥലങ്ങളിൽ കണ്ടം വെച്ച് തച്ചിരിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. ആ ചെറുപ്പക്കാരനായ ഉമൈറുണ്ടല്ലോ, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നിന്നിട്ട് ഉമൈർ ചിരിക്കുകയാ, ഉമൈർ കളിക്കുകയാ. വല്ലാത്ത സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കാമുകിയും കൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ വെള്ളിയാഴ്ച ദിവസം കൈയടിക്കുമ്പോൾ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, ഉമൈറേ എന്തിനാടാ ചിരിക്കുന്നത്? എന്തിനാടാ ചിരിക്കുന്നത്? നിന്റെ മുഖത്തെന്ത് ഇത്ര സന്തോഷമെന്ന് ചോദിക്കുമ്പോൾ അതാ ഉമൈർ പറയുന്നു, സഹാബത്തേ, അടുത്ത ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങേണ്ടത് ഞാനല്ലേ? അടുത്തതായിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങേണ്ടത് ഞാനല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടില്ലേ? ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് സ്വർഗത്തിന്റെ വാസന അടിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ കാരക്ക കടിച്ചുകൊണ്ടിരിക്കുന്ന ഉമൈറുണ്ടല്ലോ, തന്റെ കയ്യിലിരുന്ന കാരക്ക എടുത്തിട്ട് വലിച്ചെറിയുകയാ. എന്നിട്ടാ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയി ശഹീദാവുകയാ. അവസാനമുണ്ടല്ലോ, ഈ കോടീശ്വരനായ സഹാബിയുണ്ടല്ലോ, ഈ സൗന്ദര്യമുള്ള സഹാബിയുണ്ടല്ലോ, തന്റെ മയ്യത്തങ്ങോട്ട് കഫം പുതിയാനെടുക്കുമ്പോ കഫം പുതിയാ പോലും തുണി തികയുന്നില്ല. തന്റെ തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, തന്റെ കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. അവസാനം അതാ സഹാബത്തുണ്ടല്ലോ, ഒരു വൃക്ഷത്തിന്റെ ഇല പറിച്ചു കൊണ്ടുവന്ന് പുല്ല് പറിച്ചു കൊണ്ടുവന്ന് തന്റെ കാലങ്ങോട്ട് മറച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുപോയി കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന യുവത്വമേ, കടുവാപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരാ, ആ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൊന്ന് കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗമൊന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗമൊന്ന് ചോദിക്കുന്നത് പോയിട്ട് 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയുണ്ടല്ലോ, അതൊന്ന് ശ്വസിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ? നിനക്ക് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിക്കണം, ആ സ്വർഗത്തിന്റെ വാസനയൊന്ന് ശ്വസിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് വെറുതെ ഒന്നും സ്വർഗം കിട്ടൂലടാ, വെറുതെ ഒന്നും സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കിട്ടാനുള്ള കാര്യം എന്താ? തന്റെ ശരീരവും തന്റെ സമ്പത്തും ദീനിന് വേണ്ടി വിൽക്കുക. വെറുതെ സ്വർഗത്തിൽ പോകാനൊന്നും പറ്റൂല. കേവലം 5 വഖത്ത് പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണാ കിട്ടില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വിട്ടിട്ട് നല്ല സെറ്റപ്പ് സൂപ്പർ ചെറുപ്പക്കാരായ സഹാബികളുടെ ചരിത്രം അള്ളാന്റെ റസൂൽ അങ്ങോട്ട് പഠിപ്പിച്ചു തരാ. കണ്ട് പഠിച്ചിട്ടൊന്ന് അവരൊക്കെ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുക. അല്ലെങ്കിൽ നീ റോഡിലൂടെ ബൈക്കിൽ പോകരുത്. നിസ്കരിക്കാത്തവൻ റോഡിലൂടെ നടന്നു പോയാൽ മതി. ഇവൻ ഇനി കെട്ടിന്റെ മുകളിൽ കൂടെ നടന്നു പോയാലും വണ്ടി നിന്റെ നെഞ്ചത്തൂടെ കയറിപ്പോകും. കാരണം എന്താ? അങ്ങനെയാ നിന്റെ ജീവിതം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കണ്ടീഷൻ,
മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കാൻ പാടില്ല, ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കണ്ടീഷൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏ റബിയ, സ്വർഗം വേണോ റബിയ, സ്വർഗം വേണോ റബിയ, വഅദൂ ഇദാ തമിന്തും, ഏ റബിയ, വിശ്വാസവഞ്ചന കാണിക്കല്ലേ റബിയ. മൂന്നാമത്തെ കണ്ടീഷൻ ലോകം അറിയിക്കണതൊന്നുമല്ല, അള്ളാന്റെ റസൂല് പറയുന്ന വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാളെ മഹ്ശറയില് കടുവാപ്പള്ളിയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ചില മഹാന്മാര് വരുന്ന പിൻദ്വാരങ്ങളിൽ വലിയ കൊടി കുത്തി വെച്ചിട്ടുണ്ടാവും. ഇവൻ ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ഈ കൊടിയും വെച്ചോണ്ട് വരുന്നവൻ ആരാ? അള്ളാന്റെ റസൂൽ പറയാം, അത് ചതിയന്മാരാണ്. ഇവൻ ചതിച്ചതിനനുസരിച്ച് ഇവന്റെ കൊടിയുടെ നീളം കൂടുന്ന കടുവാപ്പള്ളിയുടെ മിനാര തോറ്റുപോകും നമ്മുടെ കൊടിയുടെ മുന്നിൽ. കാരണം അത്രയ്ക്കും ചതിച്ചിട്ടുണ്ട് നമ്മള്. വിശ്വാസവഞ്ചന, കല്യാണം മുടക്കാൻ എന്തൊക്കെ പരിപാടികളാണ്. നമ്മുടെ കൊടിയുടെ നീളം വലുതായിരിക്കും. അള്ളാഹു തൗബ ചെയ്യാനുള്ള മനസ്സ് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കുടുംബജീവിതമാണല്ലോ വളരെ എളുപ്പം. ഇന്ന് ചതിക്കാൻ ഏറ്റവും എളുപ്പം കുടുംബജീവിതം. എന്റെ നാട്ടില് ഒരു കല്യാണം നടന്നീ അടുത്ത്. 101 പവനും ബെൻസ് കാറൊക്കെ ഷിഫ്റ്റ് കാറൊക്കെ കൊടുത്തിട്ട് വലിയ കല്യാണം. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഈ പെണ്ണ് ഇതെല്ലാം കൂടെ അവൻ ബാത്റൂമിൽ കയറിയപ്പം വെളിയിൽ നിന്ന് കുറ്റി കിട്ടിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് ഒളിച്ചോടിയെന്ന് പോയി കാമുകന്റെ കൂടെ. ഈ പെണ്ണിനോട് പത്തക്കാരി ചോദിച്ചു, എടീ പോകണമെങ്കിൽ നിനക്ക് അങ്ങ് ആദ്യം പൊക്കൂടായിരുന്നു, എന്തിനാ നീ ഇങ്ങനെ ഒരുത്തന്റെ ജീവിതം തകർത്തേന്ന്? ഇപ്പൊ ഇവള് പറഞ്ഞ മറുപടി എന്ന് അറിയാം, ഞാൻ ആദ്യം പോയിരുന്നെങ്കിൽ കയറി പോകുന്ന വീട്ടിലൊരു നിലയും വിലയൊന്നും ഉണ്ടാകത്തില്ല. ഇതാകുമ്പോൾ 101 പവനും കാറൊക്കെ ആയിട്ട് കയറി പോകാൻ അഭിമാനമുണ്ടെന്ന്. അവക്ക് ഒരുത്തന്റെ കൂടെ ഒരു ദിവസം കടന്നത് വേറെ ഒന്നും തോന്നിയില്ല. ഇതാണ് ഇന്നത്തെ ലോകം. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, തൃശ്ശൂര് കുന്നംകുളത്തിനടുത്ത് പരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് യുവസമൂഹമേ എവിടെ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഈ മാസം 5-ാം തീയതി പ്രസംഗിക്കാൻ പോയപ്പോ ഒരു സംഘടന നടത്തിയ അവരുടെ ഒരു റിപ്പോർട്ട് കൊണ്ടുതന്നു. 64 മുസ്ലിം പെണ്ണുങ്ങളാ മുസ്ലിമിയുടെ ഒളിച്ചോടി പോയിക്കണം. 2013 64 മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോയ കഥയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോവാ, നേരെ ആറ്റിങ്ങ പോവാ. ഇവിടെ പിന്നെ ആറ്റിങ്ങിന്റെ കാര്യമൊന്നും പറയണ്ട, സീഡികളൊക്കെ പിടിച്ചത് ആറ്റിങ്ങിലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ് നോക്കിയപ്പം നല്ല നല്ല പ്രസംഗത്തിന്റെ സീഡികൾ പിടിച്ചത് നമ്മുടെ മക്കളൊക്കെയാണല്ലോ. എങ്ങനെ ആകാതിരിക്കും? ഇന്നത്തെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചുറ്റുപാട് അതാണല്ലോ. ഒരു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ കുറ്റിക്കാട്ടിൽ നിന്ന് വീടി വലിച്ചുകൊണ്ടിരിക്കാം. ഈ വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്ന പയ്യനോട് ടീച്ചർ വന്ന് ഇവന്റെ ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട്, കള്ള വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ? ഇവൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്തത് തെറ്റാണ്, അത് ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കാം. ഞാനും ടീച്ചറും കൂടെ കുറ്റിക്കാട്ടി നിൽക്കണമെന്ന് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കണം. ഇങ്ങനത്തെ മക്കളാ നമ്മുടെ മക്കൾ. എങ്ങനെ ആകാതിരിക്കും? വാപ്പായിക്ക് തന്റെ മകള് ഒരുത്തനെ പ്രണയിക്കുന്നു പറയുമ്പോ എന്താ ഈമാൻ. അപ്പോഴാണ് അങ്ങോട്ട് വാപ്പ വടിയൊക്കെ എടുക്കണത്. മകനൊരു കാമുകയുണ്ട്, അല്ലെങ്കിൽ മകനൊരു കാമുകയുണ്ട്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വാപ്പന്മാരൊന്നും ചിരിക്കണ്ട. കടുവാപ്പ എല്ലാവരും പ്രായമുള്ളവർ വിചാരിക്കണേ ഈ ചെറുപ്പക്കാർക്ക് മാത്രമേ പ്രണയമുള്ളെന്ന്. ഇപ്പൊ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാൻ, ഈ വാപ്പമാരെയെ വിശ്വസിക്കാൻ പറ്റാത്ത. കാരണം ഈ പോത്തങ്കോട്, നിങ്ങളുടെ അടുത്ത പ്രദേശമാണല്ലോ പോത്തങ്കോട്, ഇവിടെയുള്ളൊരു പെണ്ണൊരാളെ പ്രണയിച്ചു. കണ്ണൂരാണ് ഈ പയ്യന്റെ വീട്. ഫോണിലൂടെ പ്രണയിച്ചിട്ട് 6 മാസം നീണ്ട പ്രണയം. പ്രണയത്തിന്റെ ഒടുവില് തന്റെ കാമുകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടുന്ന് വൈകിട്ട് പോകുന്ന 8:40 പോകുന്ന മംഗലാപുരം എക്സ്പ്രസിൽ കയറിപ്പോയി. രാവിലെ 4:45 മണിയായപ്പോ കണ്ണൂർ ട്രെയിൻ എത്തി. ഈ പെണ്ണ് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് കറങ്ങണ കണ്ടപ്പോ 19 വയസ്സേ ഉള്ളൂ. ഈ ഓട്ടോക്കാര് ഈ പെണ്ണിനോട് ചോദിച്ചു, എന്ത് മോളെ നിക്കണേ? അതൊരാളെ കാണാമെന്നെയാ. അവസാനം പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് 5:45 ഈ പെണ്ണ് കറങ്ങുന്ന കണ്ട് പോലീസ് കൊണ്ടുപോയി ചോദിച്ചു പറഞ്ഞു, ഒരാളെ പ്രണയിച്ചു, കാമുകനെ കാണാമെന്നതാ. കൊടുത്ത നമ്പറിൽ വിളിച്ചു. അങ്ങനെ ഒരു 7 മണി ആയപ്പോ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, 6 മാസം നീണ്ട പ്രണയത്തിൽ തന്റെ രാത്രികൾ മുഴുവനും പകലാക്കിയ കാമുകനെ കാണാൻ കസേരയിൽ ഈ പെണ്ണിങ്ങനെ ഇരിക്കുമ്പോ 62 വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ഒരു വാപ്പ നടന്നു വരിക. രാത്രി മൊത്തം വാള് നടത്തിയത് പാവപ്പെട്ടവനാണ്. വാപ്പന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. പണ്ട് ചെറുപ്പക്കാർ മാത്രമേ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രണയിക്കാനും അവരുടെ ജീവിതം തൊലയ്ക്കുന്നവരാ നമ്മൾ.
അവരെ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കും. അങ്ങനെ പ്രണയം. അത് കഴിയുമ്പോഴോ വൈകുന്നേരമാകുമ്പോ പ്രേമത്തിന്റെ ABCD അറിയാത്ത മകളുടെ കയ്യിൽ നല്ല ആൽബത്തിന്റെ CD കൊണ്ട് വാപ്പ കൊടുത്തിട്ട് പറയാ, മോളെ കണ്ടു പഠിക്കണം എങ്ങനെയാ പ്രണയിക്കണ്ടേ. ഞാനിങ്ങനെ അടുത്തൊരു പാട്ട് കേട്ട്, പള്ളിക്കകത്താണ്, പാടാൻ പാടില്ല എങ്കിലും ഈ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു യാത്രയിൽ ഒരു ആൽബം ഒരു ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടപ്പം യാദൃശികമായി കാണേണ്ട വന്നു. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീ പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചിലാ. എല്ലാരും ചിരിക്കുന്ന സീൻ മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങനെ പ്രണയിക്കണം, പ്രണയിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചാവണോന്ന് വരെ അതിനകത്ത്